Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഓണം പരീക്ഷ ഇങ്ങനെ അടുത്തെത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ എക്സാമിന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ആവണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. വൈ? ബിക്കോസ് ഇവിടുന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഡയഗ്രാംസ്, ഈവൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഏതാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ്, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചെന്നെ പറ്റുമെന്നുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളത്. യെസ്, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ, കോപ്പി ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് മാർക്ക് ദി ഫോളോവിങ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാമിനെ നിങ്ങൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ എല്ലാ പാർട്സും മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഏതൊക്കെ പാർട്ടാണ് ഇവിടെ ഉള്ളത്? ആദ്യം നമുക്ക് ഏതൊക്കെ പാർട്ടാണ് ഉള്ളത് നോക്കാം. ഓക്കെ, സോ ഏതൊക്കെ പാർട്ടാണ് ഉള്ളത് ഇവിടെ? ഹില്ലം, ഫിനിക്കൽ, മൈക്രോപൈലാർ പോൾ, ന്യൂസെല്ലസ്, ചൊലാസൽ പോൾ, എംബ്രിയോ സാക്ക്. ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. സോ ദിസ് ഈസ് ദി ഡയഗ്രാം അല്ലെ? ഈ ഒരു ഡയഗ്രാമിലാണ് നമ്മൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഈ ഡയഗ്രാം ഏതാണ് ആക്ച്വലി? അനാട്രോപ്പസ് ഓവ്യൂൾ അല്ലെ? സോ ദിസ് ഈസ് അനാട്രോപ്പസ് ഓവ്യൂൾ. സോ ആദ്യത്തേത് ഹില്ലം ആണ്. എവിടെയാണ് ഈ ഹില്ലം ഉണ്ടാവുക? ഫിനിക്കലിനും ഓവ്യൂലിനും നടുവിലുള്ള ആ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹില്ലം. സോ ഹിയർ ഈസ് ദി ഹില്ലം. ഓക്കെ, ഇവിടെയാണ് ഹില്ലം ഉള്ളത്. യെസ്, ആദ്യത്തേത് ഹില്ലം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേത് ഫിനിക്കൽ. ഫിനിക്കലിന് ഇവിടെയാണ് കാണാൻ പറ്റുക. വൈ? ബിക്കോസ് ഫിനിക്കൽ ഇസ് ദി സ്റ്റാർക്ക് ലൈക്ക് സ്ട്രക്ചർ വിച്ച് കണക്ട് ദി ഓവ്യൂൾ ടു ഓവറി. ഓവ്യൂളിൽ നിന്നും ഓവറിക്ക് കണക്ട് ചെയ്യുന്ന ആ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനിക്കൽ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫിനിക്കൽ. ഓക്കെ, അടുത്തത് എന്താണ്? മൈക്രോപൈലാർ പോൾ. സോ മൈക്രോപൈലാർ എവിടെയാണ് ഉണ്ടാവുക? a small gap, a small hole like structure between the anatropous ovule where there is no integument. Integument ഇല്ലാത്ത ആ ഒരു സ്പേസിനെയാണ്. സോ ഹിയർ ഈസ് ദ സ്പേസ് അല്ലേ? സോ ഈ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈക്രോപൈലാർ പോൾ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് ഏതാണ്? ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എവിടെയാണ് ഉണ്ടാവുക? എംബ്രിയോ സാക്കിന് ചുറ്റും അല്ലെ? സോ വൺ ഓഫ് ദ ന്യൂസെല്ലസ് ഈസ് കൺവേർട്ടഡ് ഇൻടു എംബ്രിയോ സാക്ക്. അപ്പോൾ എംബ്രിയോ സാക്ക് ഉള്ള അതിന്റെ ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചുറ്റുമുള്ള സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂസെല്ലസ്. ഓക്കെ, സോ ഇവിടെ ന്യൂസെല്ലസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഏതാണ്? ചൊലാസൽ പോൾ. എവിടെയാണ് ഈ ചൊലാസൽ പോൾ ഉണ്ടാവുക? മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആ സ്പേസിനെയാണ്, അതായത് ഈ സ്പേസിനെയാണ് ചൊലാസൽ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ചൊലാസൽ പോൾ എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ ഈസ് എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്ക് എപ്പോഴും സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, നടുക്കുള്ളത് എന്താണ്? എംബ്രിയോ സാക്ക്. യെസ്, സോ നിങ്ങൾ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് 2 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ it is important to make sure that stigma is protected from unwanted pollen. This is achieved by emasculation and bagging technique. Can you explain how emasculation and bagging technique is performed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. സോ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 2 വെറൈറ്റീനെ മിക്സ് ചെയ്യുന്ന പ്രോസസ് ആണ് ഹൈബ്രിഡൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 2 വെറൈറ്റീനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഒന്നിനെ മെയിൽ ആയിട്ടും ഇനിയൊന്നിനെ ഫീമെയിൽ ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യണം അല്ലെ? സോ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ ആ സ്റ്റെപ്പ് ഒന്നും നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓൺലി 2 പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്? ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. സോ ആദ്യം നമ്മൾ ഇവിടെ എന്തെന്ന് എഴുതണം? ഡെഫിനിഷൻ ഓഫ് ഇമാസ്കുലേഷൻ ആൻഡ് second one is bagging. Okay,
ബാഗിങ്. സോ ഇത് ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര രണ്ട് ഡെഫിനേഷൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. സോ ഇമാസ്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഇമാസ്കുലേഷൻ? ഇമാസ്കുലേഷൻ മീൻസ് റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫ്ലോറൽ ബഡ്. റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫ്ലോറൽ ബഡ് ബൈ യൂസിങ് ഫോർസെപ്സ്. ഫോർസെപ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്ലോറൽ ബഡിൽ, അതായത് മൊട്ടിൽ തന്നെ ഫുൾ കംപ്ലീറ്റ്ലി വിരിയാൻ പാടില്ല, വിരിയാത്ത മുന്നേ തന്നെ ഫ്ലവറിൽ നിന്ന് ആന്തേഴ്സിനെല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാഗിങ് ചെയ്യണം. എന്തിനാണ് ഈ ബാഗിങ് ചെയ്യേണ്ടത്? ബാഗിങ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻ, നമുക്ക് ഇഷ്ടമല്ലാത്ത, നമ്മൾ വിചാരിക്കാത്ത ഏതോ ഒരു പോളൻ ഗ്രെയിൻ വന്നിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ പാടില്ല അല്ലെ. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാഗ് വെച്ചിട്ട് അതിനെ കവർ ചെയ്യും. ഓക്കെ, അതൊരു പോളിത്തീൻ ബാഗ് ആവാം. യെസ്, സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ബാഗിങ്. സോ ഈ രണ്ട് പ്രോസസ്സാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് പോളിനേഷൻ ഈസ് കാരിഡ് ഔട്ട് ബൈ ഇൻസെക്ട്സ്. ലിസ്റ്റ് ഔട്ട് 4 character ഓഫ് ഫ്ലവേഴ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻസെക്ട് പോളിനേഷൻ. സോ ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇൻസെക്ട് പോളിനേഷൻ ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. 4 അഡാപ്റ്റേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം. ആദ്യത്തേത് ഫസ്റ്റ് അഡാപ്റ്റേഷൻ എന്താണ്? ഫ്ലവേഴ്സ് ആർ ലാർജ്. ഓക്കെ, ഇൻ കേസ് ഇഫ് ദ ഫ്ലവർ ഈസ് സ്മോളർ എന്തായിരിക്കും? ഇൻഫ്ലോറസൻസ് ആയിരിക്കും, ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും. ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇൻഫ്ലോറസൻസ് ആയിട്ട് ഉണ്ടാവും. ഇല്ല, സിംഗിൾ ഫ്ലവർ ആണെങ്കിൽ ലാർജർ ഫ്ലവർ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്രൈറ്റ്ലി കളേർഡ്. സോ എന്തായിരിക്കും ഇത്? ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. റൈറ്റ്? സോ ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. അടുത്തത് എന്താണ്? ഇത് നെക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അട്രാക്ട് ചെയ്യാൻ, ഹണി ബീസിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ടറിനെ യൂസ് ചെയ്യും, നെക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഫ്രാഗ്രൻസ് അല്ലേ, ഒരു നല്ല മണം ഉണ്ടാവില്ലേ പൂക്കളുടെ ഇടയിൽ യൂഷ്വലി, റൈറ്റ്? ആ ഫ്രാഗ്രൻസും ഉണ്ടാവും. സോ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള adaptation for a flower to undergo insect pollination. Okay, next one ഏതാ നോക്കാം. The diagrammatic view of typical anatropous ovule is shown below. Copy the diagram and label the unlabeled part. So ആദ്യം ചെയ്ത അതേ കാര്യം തന്നെ. So ഇവിടെ 1 എന്താണ്, 2 എന്താണ്, 3 എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. 1 എന്താണ്? ചലാസൽ പോൾ അല്ലേ, ചലാസൽ പോൾ. സെക്കൻഡ് വൺ എന്താണ്? എംബ്രിയോ സാക്ക്, റൈറ്റ്? എംബ്രിയോ സാക്ക്. തേർഡ് വൺ എന്താണ്? ഇന്റഗ്യുമെന്റ്. സോ ദിസ് ഈസ് ഇന്നർ ഇന്റഗ്യുമെന്റ്, റൈറ്റ്? ദിസ് ഈസ് ഇന്നർ ഇന്റഗ്യുമെന്റ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഔട്ടർ ഇന്റഗ്യുമെന്റ് അല്ലേ, കറക്റ്റ് അല്ലേ? യെസ്, ഔട്ടർ ഇന്റഗ്യുമെന്റ്. Fifth one is micropylar region, micropyle, and sixth one is funicle. Okay, so ഇത് multiple times, ഈ ഒരു ഡയഗ്രാം multiple times എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ഓക്കെ, അടുത്തത്. In many grasses, seeds are formed only after fertilization. Okay, there are reports that in some grasses seeds are performed without fertilization. Explain the phenomenon. So usually എന്താ സംഭവിക്കുക? ഫെർട്ടിലൈസേഷൻ ആയിട്ടാണ് സീഡ് ഫോർമേഷൻ ആവുന്നത് അല്ലേ. പക്ഷേ ചില വെറൈറ്റീസ് ഓഫ് ഗ്രാസിൽ എന്ത് സംഭവിക്കും? വിത്തൗട്ട് ഫെർട്ടിലൈസേഷനും സീഡ് ഫോർമേഷൻ ആവാറുണ്ട്. അങ്ങനെ ആവുന്ന ആ സീഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആ ഒരു ഫിനോമിനനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോ നിങ്ങൾക്കൊക്കെ ആൻസർ അറിയില്ലേ? യെസ്, എന്താണത്? അപ്പോമിക്സസ്, റൈറ്റ്? അതിന്റെ പേരെന്താണ്? അപ്പോമിക്സസ്. അപ്പോമിക്സസിൽ എന്താണ് സംഭവിക്കുക?
it is actually asexual reproduction. This is actually asexual reproduction, but it mimic the sexual reproduction. അല്ലേ? ഇത് ആക്ച്വലി ഒരു asexual reproduction ആണ്, പക്ഷേ ഇത് sexual reproduction mimic ചെയ്യും by producing flowers. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ diploid embryosac അല്ലെങ്കിൽ diploid egg develop into seed without fertilization. Okay, without fertilization, diploid egg without fertilization develop into what? Seed. So അതിനെയാണ് നമ്മൾ പറയുന്നത് apomixis. Okay, അടുത്ത question. The diagram given below shows transverse section of young anther. Okay, identify A, B, C, D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ് നമുക്ക് നോക്കാം. So this is TS of anther. This is TS of anther. Okay, ഈ antheril ഇത് B ആണ്. ആദ്യം കാണിച്ചിരിക്കുന്നത് B ആണ്. B എന്താണ് ഇത്? outermost layer എന്താണ്? outermost layer എന്താണ്? epidermis അല്ലേ? outermost layer epidermis, right? A എന്താണ്? നടുക്കുള്ള ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇവിടെയുള്ള ഈ സ്ട്രക്ചർ നമ്മൾ എന്തെന്ന് വിളിക്കുക? കണക്റ്റീവ് ടിഷ്യൂ, കറക്റ്റ് അല്ലേ? കണക്റ്റീവ്. സോ ദിസ് ഈസ് കണക്റ്റീവ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്താണ് ഇവിടെ? സി എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയംനകത്ത് എന്താണുള്ളത്? pollen grains അല്ലേ? so here it is pollen grains ഉണ്ട്. അടുത്തത് D outermost layer of microsporangium and fourth layer of anther wall. fourth 1 2 3 4 fourth layer of anther wall എന്താണ് അത്? tapetum അല്ലേ? so this is tapetum. okay, അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? most of the plants produces single type of flowers, but Viola, Camelina, Oxalis produces two types of flowers. explain എന്നാണ് പറയുന്നത്. so ഈ two types of flowers ഏതൊക്കെയാണ്? Chasmogamous and Clistogamous. so ഇതാണ് രണ്ട് ഫ്ലവർ ഉള്ളത്. സോ ഇതെന്താണ്? കംപ്ലീറ്റ്ലി ഓപ്പൺ ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വിരിയും. ഓക്കെ, സോ ആന്തർ സ്റ്റിഗ്മ ഒക്കെ ഈസി ആയിട്ട് കാണുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് കാസ്മോഗാമസ് ഫ്ലവർ. സോ ഈ രണ്ട് ഫ്ലവറും വിയോലയും കമലിനിയും അതുപോലെ തന്നെ ഓക്സാലിസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓപ്പൺ ഫ്ലവർ. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there are chances of cross pollination as well. Okay, പക്ഷേ ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെറ്റൽസും സെപ്പൽസും ഇങ്ങനെ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഓപ്പൺ ആവില്ല. ഓക്കെ, സെപ്പൽസും പെറ്റൽസും കംപ്ലീറ്റ്ലി ഓപ്പൺ ആവില്ല. ഇതിനകത്തായിരിക്കും നമ്മുടെ ആന്തറും സ്റ്റിഗ്മയും. സോ അവിടെ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഫ്ലവർ അല്ലേ? സോ ദിസ് ഈസ് ക്ലോസ്ഡ് ഫ്ലവർ. ഹിയർ വി ക്യാൻ സീ ഓൺലി സെൽഫ് പോളിനേഷൻ. പ്യൂരിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സെൽഫ് പോളിനേഷൻ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. യെസ്, ഓക്കെ. സോ അടുത്ത ചോദ്യം എന്താ നോക്കാം. The chromosome number of onion is 16. That is 2n in number, diploid number. Find the chromosome number in the following cells with reason. Okay, endosperm cells. എന്താണ് endosperm cells? Triploid അല്ലേ? endosperm are triploid, right? Triploid because എന്തിനാണ് ഇത് ട്രിപ്ലോയിഡ് ആയിരിക്കുന്നത്? because polar nuclei is 2 nucleus അല്ലേ? plus male gamete is 1 nucleus. so together it is making 3 nucleus.
Hence 3 set of chromosomes are present, right? എങ്ങനെയാണ് ഈ 3 set of chromosomes ഇവിടെ വന്നിട്ടുള്ളത്? Because of triple fusion. അല്ലേ? ട്രിപ്പിൾ ഫ്യൂഷൻ ഭാഗമായിട്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? ട്രിപ്ലോയിഡ്. ഓക്കെ, അടുത്തത് എന്താണ്? സൈഗോട്ടിൽ എത്രയായിരിക്കും ഉണ്ടാവുക? ഡിപ്ലോയിഡ് അല്ലേ? സോ ഇതെങ്ങനെയാണ് ഡിപ്ലോയിഡ്? 1 എഗ്ഗും 1 മെയിൽ ഗാമീറ്റും 1 എഗ്ഗും ആണ് ഫ്യൂസ് ആയിരിക്കുന്നത്, റൈറ്റ്? സോ അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കുന്നത്? ഡിപ്ലോയിഡ് ആണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് കോൾഡ് സിംഗാമി, റൈറ്റ്? ദിസ് ഈസ് കോൾഡ് സിംഗാമി. ക്ലിയർ ആയോ? ദിസ് ഈസ് ടുഗദർ ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, റൈറ്റ്? അടുത്തത് മെനി ഓഫ് ദി. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചോദിച്ചത്? യെസ്, ഇതിന്റെ പ്ലോയിഡി നമ്പർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്ലോയിഡി നമ്പർ മാത്രം എഴുതിയാൽ മതി, ഈ നമ്പറിന് ഒരു പ്രസക്തി ഇല്ല ഇവിടെ. ഓക്കെ, അടുത്തത് many of the flowering plant have developed some devices for discouraging inbreeding. Write any 2 of them. ഏതെങ്കിലും രണ്ടെണ്ണം outbreeding devices എഴുതിയാൽ മതി. രണ്ട് outbreeding devices എഴുതിയാൽ മതി. ഏതൊക്കെയാണ് outbreeding devices? ഏതെങ്കിലും രണ്ടെണ്ണം പറയാമോ? One is unisexual, അല്ലേ? ആദ്യത്തെ എന്താണ്? Unisexual flower, റൈറ്റ്? ഇപ്പൊ കുക്കുംബറിലൊക്കെ കണ്ടില്ലേ, അവിടെ എന്താ സംഭവിക്കുക? മാക്സിമം ക്രോസ് പോളിനേഷനെ സംഭവിക്കുള്ളൂ, ബിക്കോസ് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, റൈറ്റ്? ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി പറയാമോ? യെസ്, സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. യെസ്, എന്താണ് ഈ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? സോ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ stigma will not receive pollen grain of the same flower. അതേ ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻ എന്തെങ്കിലും വന്നിട്ട് സ്റ്റിഗ്മയുടെ മുകളിൽ വീണിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സോ ഈ രണ്ട് റീസൺ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ്, ഒബ്സർവ് ദി ഫോളോവിംഗ് ഡയഗ്രാം ആൻഡ് ലേബൽ ABCD. ഓക്കെ, ഈ ഒരു ഡയഗ്രാം എന്താണ്? ഇത് ഏതാണ് ഈ ഡയഗ്രാം? ദിസ് ഈസ് മൈക്രോസ്പൊറാഞ്ചിയം, അല്ലേ? സോ ദിസ് ഈസ് മൈക്രോസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയമിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണ് ആൻഡ് ഡി എന്താണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ് എ? എ ഈസ് എപ്പിഡെർമിസ്, അല്ലേ? സോ എ ഈസ് എപ്പിഡെർമിസ്, ബി ഈസ് സെക്കൻഡ് ലെയർ എന്താണ്? എൻഡോതീസിയം, അല്ലേ? എൻഡോതീസിയം. യെസ്, അടുത്തത് എന്താണ്? മിഡിൽ ലെയർ. മൾട്ടി ലെയർ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടല്ലേ? യെസ്, ദിസ് ഈസ് മിഡിൽ ലെയർ. ഓക്കെ, ദിസ് ഈസ് മിഡിൽ ലെയർ. അടുത്തത് എന്താണ്? ഇന്നർമോസ്റ്റ് ലെയർ. ഇന്നർമോസ്റ്റ് ലെയർ നമ്മൾ എന്താ വിളിക്കുക? ടെപ്പറ്റം, റൈറ്റ്? ടെപ്പറ്റം. സോ നിങ്ങൾ ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാർക്ക്. യെസ്, അടുത്ത ചോദ്യം. നേച്ചർ ഹാസ് മെക്കാനിസം ടു പ്രൊമോട്ട് ഔട്ട്ബ്രീഡിംഗ് in plants. Explain any 2 mechanism exist in plant to promote outbreeding. So outbreeding കുറച്ച് നേരത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റിയും യൂണിസെക്ഷുവാലിറ്റിയും. ഓക്കെ, സോ അത് രണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ട് റീസൺ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് എന്തുകൊണ്ടാണ് ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ ഇതേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഹൗ മെനി ടൈംസ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ഡ് എന്ന്, അല്ലേ? സോ ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, 2017 മാർച്ചിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, when the pollen is transferred from anther to stigma of a same flower, the pollination is called autogamy, right? Correct ആണ്. Clistogamous flower are invariably autogamous. Explain. Geitonogamy is functionally cross pollination but genetically similar to autogamy. Justify the statement. So ഇവിടെ രണ്ട് ചോദ്യമാണ്. Autogamy അവർ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് വാട്ട് ഈസ് autogamy എന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ ആർ ഇൻവേരിയബിളി ഓട്ടോഗാമസ്. ക്ലിസ്റ്റോഗാമി എന്തുകൊണ്ടാണ് ഓട്ടോഗാമി മാത്രമേ സംഭവിക്കുള്ളൂ, സെൽഫ് പോളിനേഷൻ മാത്രമേ സംഭവിക്കുള്ളൂ? ബിക്കോസ് എയിൽ എന്താണ് സംഭവിക്കുന്നത്? ക്ലോസ്ഡ് ഫ്ലവർ ആണ്. പെറ്റൽസ് ആൻഡ് സെപ്പൽസ് ആർ ക്ലോസ്ഡ് ആണ്. സോ
where there is no chance of cross pollination. There is no chance of cross pollination, right? So അതുകൊണ്ടാണ് Clistogamous always autogamous, self pollination. So അടുത്തത് B. B യിൽ എന്താണ് ചോദ്യം? Geitonogamy is functionally cross pollination but genetically similar to എന്താണ് self pollination. എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? Because the pollination occur in the same plant, അല്ലേ? same പ്ലാന്റിലാണ് പോളിനേഷൻ ഉണ്ടാവുക. ഈവൻ ദോ രണ്ട് ഫ്ലവറിൽ നിന്നും ഈ ഫ്ലവറിലേക്കാണ് പോളിനേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഒരേ പ്ലാന്റ് ആണ്. there is no change in the chromosome number, there is no change in the chromosomal composition, അല്ലേ? സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്താ സംഭവിക്കുക? സെൽഫ് പോളിനേഷൻ ഓൺലി ഈവൻ ദോ ഇറ്റ് മിമിക് ക്രോസ് പോളിനേഷൻ. ഓക്കെ, യെസ്. അടുത്തത് ഐഡന്റിഫൈ ദി ഫോളോവിംഗ് പാർട്ട് ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. സോ ഇത് ആൾമോസ്റ്റ് 4 to 5 ടൈംസ് എന്തോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഈ ലേബലിംഗ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കണം. എ എന്താണ്? വാട്ട് ഈസ് എ? പ്ലുമ്യൂൾ, അല്ലേ? സോ ദിസ് ഈസ് പ്ലുമ്യൂൾ. ഓക്കെ, ബി എന്താണ്? കോട്ടിലീഡൻസ്. സോ ഇവിടെ കാണുന്നത് എന്താണ്? കോട്ടിലീഡൻസ്. ഓക്കെ, കോട്ടിലീഡൻ. സി എന്താണ്? ഹൈപ്പോകൊട്ടൈൽ. ഇതെന്താണ്? ഹൈപ്പോകൊട്ടൈൽ. ഓക്കെ, ഡി എന്താണ്? റാഡിക്കൽ. ഓക്കെ, റാഡിക്കൽ. യെസ്. സോ ഈ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദി ടേബിൾ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, remnant of nucleus. remnant of nucleus എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ ബി, ഫില്ലിഫോം apparatus. ബിയിൽ നമ്മൾ അതിന്റെ ആൻസർ എഴുതി കൊടുക്കണം. അപ്പോൾ remnant of nucleus എന്തായിരിക്കും ആൻസർ? remnant of nucleusന്റെ ആൻസർ എന്താണ്? പെരിസ്പേം, അല്ലേ? സോ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? എന്റെ അടുത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? പെരിസ്പേം. ഓക്കെ, പെരിസ്പേം. അടുത്തത് ഫില്ലിഫോം apparatus. എവിടെ നിന്നാണ് ഈ ഫില്ലിഫോം apparatus നമുക്ക് കിട്ടുന്നത്? Filiform apparatus can be seen in synergies, അല്ലേ? synergies. Okay, synergies. അടുത്തത് പെരികാർപ്പ്. എന്താണ് ഈ പെരികാർപ്പ്? ഫ്രൂട്ട് വാൾ, അല്ലേ? ഫ്രൂട്ട് വാൾ. ഓക്കെ, ഫ്രൂട്ട് വാൾ. അടുത്തത് embryonal axis above the level of cotyledon. above the level of cotyledon. below the level ആണെങ്കിൽ hypocotyl. above the level ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? എപ്പികൊട്ടൈൽ. എന്തെന്ന് വിളിക്കും? എപ്പികൊട്ടൈൽ. യെസ്. സോ ഇത് ഇത്രയാണ്. നമ്മൾ ഒന്നിന്റെ ഒരു റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്തത് എന്താണ് എഴുതേണ്ടത്. റൈറ്റ്? ഓക്കെ, അടുത്തത് wind is common abiotic agent of pollination. write any 4 feature of wind pollinated flowers. wind pollinated flowers ന്റെ നമ്മൾ എന്താണ് characteristics ആണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യം എന്താണ്? stigma. stigma is larger. yes, stigma is larger. yes, stigma large. non colored flower. non colored flower ആണ്. yes, non colored flower ആണ്. അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈസ് എന്തായിരിക്കും? pollen grains നെ പറ്റി പറയാം, അല്ലേ? light weight, അല്ലേ? light pollen grains. and അടുത്തത് എന്ത് പറയാം? non sticky pollen grains, അല്ലേ? non sticky pollen grains. ഓക്കെ, സോ നിങ്ങൾ എത്ര എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സ്റ്റിഗ്മ ലാർജർ സ്റ്റിഗ്മ ആയിരിക്കും, നോൺ കളേർഡ് ഫ്ലവർ ആയിരിക്കും, ലൈറ്റ് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും ആൻഡ് നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ്. സോ ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, 100% കിട്ടും. ഓക്കെ, fruit formation in apple is different from that of banana. How do fruits develop in them? Write the name of this fruit. Okay, so apple ഉം ബനാനയും ഡിഫറെന്റ് ആണ്. ഫ്രൂട്ട് ഫോർമേഷനിൽ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്.
ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഡു ഫ്രൂട്ട്സ് ഡെവലപ്പ് ഇൻ ദം, എങ്ങനെയാണ് ഫ്രൂട്ട് ഡെവലപ്പ് ആയിരിക്കുന്നത്. സോ ഹിയർ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ആപ്പിൾ നമ്മൾ എഴുതേണ്ടത് the how do fruits develop അല്ലേ. So here the thalamus develop into fruit. Okay, thalamus develop into fruit. രണ്ടാമത്തേത് എന്താണ്? ബനാന അല്ലേ. ബനാനയിലെ എങ്ങനെയാണ്? ഓവറി without fertilization. Okay, without fertilization. Yes. അപ്പോ അടുത്ത ചോദ്യം write the name of these fruit. ആപ്പിളും ബനാനയും അല്ലേ, പിന്നെയും വേറെ നെയിമും കൂടെ എഴുതണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്റെ നെയിമാണ് എഴുതേണ്ടത്. ആപ്പിൾ എന്താണത്? ഫാൾസ് ഫ്രൂട്ട് ആണ്. ആപ്പിൾ ഈസ് false fruit and banana is parthenocarpy fruit. Okay, parthenocarpy fruit. Yes, so ഇതാണ് നമ്മൾ എഴുതേണ്ട ആൻസർ. യെസ്. അടുത്തത് a microsporogenum is surrounded by 4 layers. Name the first 3 layer and write the function. ആദ്യത്തെ 3 ലെയർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് ആൻഡ് അതിന്റെ ഫംഗ്ഷനും കൂടെ എഴുതി കൊടുക്കണം. സോ ആദ്യത്തെ 3 ലെയർ എന്താണ്? എപ്പിഡെർമിസ്, റൈറ്റ്? എപ്പിഡെർമിസ്. അടുത്തത് എന്താണ്? എൻഡോതീസിയം. മൂന്നാമത്തേത് എന്താണ്? മിഡിൽ ലെയർ, റൈറ്റ്? മിഡിൽ ലെയർ. ഓക്കെ, ഈ 3 ലെയർ എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ 3 ലെയറിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ. Yes, protection in young anther. Protection in young anther. When it mature, it helps in dehiscence. Okay, mature anther le endana function? Dehiscence. Okay, dehiscence ആണ് ഫംഗ്ഷൻ. ആദ്യം പ്രൊട്ടക്ട് ചെയ്യും, യങ് ആയിരിക്കുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യും, അത് കംപ്ലീറ്റ് മെച്യൂർ ആവുമ്പോൾ അത് റപ്ചർ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? A plant breeder is interested in producing superior varieties of crops by artificial hybridization. Write the events of artificial hybridization in correct order. ഓക്കെ, കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ ഇത് എഴുതി കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് എന്താണ് ചെയ്യുക? ഒരു ബ്രീഡർ എന്താണ് ചെയ്യുക? They will select. So first step എന്താണ്? Selection. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിപ്പോയി മക്കളെ, ഒന്ന് മാറ്റിക്കളയാത്. യെസ്, ആദ്യത്തെ എന്താണ്? സെലക്ഷൻ. ഓക്കെ, ആദ്യത്തേത് സെലക്ഷൻ ഓഫ് the plants. Okay, selection of the plants. So ഏതൊക്കെ പ്ലാന്റ് ആണ് മെയിലും ഫീമെയിൽ ആയിട്ട് നമുക്ക് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യും. അടുത്തത് എന്താണ്? ഇമാസ്കുലേഷൻ അല്ലേ. സോ രണ്ടാമത്തെ എന്താണ്? ഇമാസ്കുലേഷൻ. അടുത്തത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്, അതിനാണ് നമ്മൾ പറയുന്നത് ഇമാസ്കുലേഷൻ. നമ്മൾ ഫീമെയിൽ എന്ന് കൺസിഡർ ചെയ്യുന്ന ആ ഫ്ലവറിൽ നിന്നും നമ്മൾ ആന്തറിനെ റിമൂവ് ചെയ്യണം, ദാറ്റ് ഈസ് ഇമാസ്കുലേഷൻ. അടുത്ത കാര്യം എന്താണ്? ബാഗിങ്, റൈറ്റ്? സോ ബാഗിങ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോസസ് ആണ്. ബിക്കോസ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ വേറെ ഏതെങ്കിലും അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് വന്നിട്ട് സ്റ്റിഗ്മയുടെ മുകളിൽ വീണിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ബാഗിങ് ഈസ് വെരി എസെൻഷ്യൽ, റൈറ്റ്? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ്? കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻ അല്ലെ. കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ഇൻട്രസ്റ്റഡ് പ്ലാന്റ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ പ്ലാന്റിൽ നിന്നും പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്ത്ത് എന്താണ്? ഡസ്റ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ഒരു ഫീമെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഇമാസ്കുലേറ്റ് ഒക്കെ ചെയ്ത് ബാഗിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഈ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡസ്റ്റിംഗ് കഴിഞ്ഞു. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? റീബാഗിങ്. ഓക്കെ, സീഡ് സെറ്റ് ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് റീബാഗിങ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഇത്രയാണ് നമ്മുടെ ഒരു
steps involved in artificial hybridization technique. Okay, അടുത്ത ചോദ്യം. Artificial hybridization is one of the major approaches for crop improvement program. Suggests the technique used to protect the stigma of bisexual flower during hybridization. So സ്റ്റിഗ്മനെ പ്രൊട്ടക്ട് ചെയ്യാൻ ബൈസെക്ഷൽ ഫ്ലവറിൽ സ്റ്റിഗ്മനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ പ്രോസസ്സിന്റെ നെയിം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റിഗ്മനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരെന്താണ്? ബാഗിങ് അല്ലേ? സോ നമ്മൾ ബാഗിങ്, ദാറ്റ്സ് ഓൾ. ബാഗിങ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ്, flowering plant have developed many devices to discourage self pollination and encourage cross pollination. List out such feature found in plants. So നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇവിടെ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഔട്ട്ബ്രീഡിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഞാൻ ഇത് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അടുത്തത്, in angiosperms during fertilization two types of fusion occur in the embryo sac. Name the type of fusion. ഏതാണ് ടൈപ്പ്? ഏതൊക്കെയാണ് ടൈപ്പ്? In angiosperm during fertilization two types of fusion occur in the embryo sac. ഏതൊക്കെയാണത്? A 1 and 2 രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണം. യെസ്, രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് എ എന്നൊരു ചോദ്യത്തിൽ. സോ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ട്രിപ്പിൾ ഫ്യൂഷൻ എഴുതണം. സെക്കൻഡ് വൺ ഈസ് സിംഗാമി. ഓക്കെ, സിംഗാമി. രണ്ട് ഫെർട്ടിലൈസേഷൻ, രണ്ട് ഫ്യൂഷൻ നടക്കും. സോ ആ രണ്ട് ഫ്യൂഷൻ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് വിച്ച് ആർ ദി ന്യൂക്ലിയൈ ഇൻവോൾവ് ഇൻ ദിസ് ഫ്യൂഷൻ, ഈച്ച് ഫ്യൂഷൻ. സോ ഇവിടെ ട്രിപ്പിൾ ഫ്യൂഷനിൽ എന്താണ്? പോളാർ ന്യൂക്ലിയൈ and male gamete plus male gamete. Okay, polar nuclei and male gamete ആണ്. And syngamy എന്തൊക്കെയാണ്? egg and male nuclei അല്ലേ? egg plus male gamete. Okay, so ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ട ആൻസർ. യെസ്, അടുത്ത ചോദ്യം. Synergies have special cellular thickening at micropylar end. Write the name and function of this structure. എന്താണ് സെല്ലുലാർ തിക്കനിങ് അറ്റ് ദി ബേസ്? സോ ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീജിയനിലെ എഗ് ആപ്പറേറ്റസ് കാണാൻ പറ്റും. ഈ എഗ് ആപ്പറേറ്റസിൽ ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിന് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്? സോ ദാറ്റ് ഈസ് കോൾഡ് സിനർജിഡ്സ്. ഹാവിംഗ് സിനർജിഡ്സിലുള്ള എന്താണത്? സിനർജിഡ്സിലുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിന് നമ്മൾ എന്തെന്നാ പറയാ? filiform apparatus. Okay, filiform apparatus എന്നാണ് പറയാ, റൈറ്റ്? filiform apparatus എന്ന് പറയും. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? It will guide the pollen grain to enter into embryo sac. അതാണ് ആൻസർ. ഓക്കെ, ഫംഗ്ഷൻ എന്താണ്? entry of pollen grain into embryo sac. Guide എന്ന് എഴുതണേ. Guide the entry of pollen grain into embryo sac. So that is the answer. അടുത്ത ചോദ്യം. Pollination by water is seen in Zoostera and Wellisneria. Enumerate the adaptation. So ഇവിടെ water pollinated ഫ്ലവേഴ്സിലുള്ള അഡോപ്റ്റേഷൻ ആണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ലെങ്ത് സ്റ്റിഗ്മ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലെങ്ത് സ്റ്റിഗ്മ ആൻഡ് സെക്കൻഡ് വൺ ഈസ് pollen grains are light in weight. Okay, pollen grains are light in weight. മൂന്നാമത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോഫോബിക് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫോർത്ത് വന്ന് നമുക്ക് എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താ? നോൺ കളേർഡ് ഫ്ലവേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ യൂഷ്വലി ഈ 4 എന്താ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. യെസ്, അടുത്ത ചോദ്യം. Explain how self pollination is favored in clistogamous flower.
സെൽഫ് പോളിനേഷൻ ക്ലിസ്റ്റോഗാമസിൽ ഉണ്ടാവും. അത് എങ്ങനെയാണ് സാധിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ക്ലോസ്ഡ് ഫ്ലവേഴ്സ്. The anther and stigma is not exposed. അല്ലെ, ആന്തറും സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ, ക്രോസ് പോളിനേഷൻ സംഭവിക്കില്ല. യെസ്. അടുത്ത ചോദ്യം. Draw the following diagram in your answer sheet and label your any 4 parts. Okay, so any 4 parts എന്ന് ചോദിച്ചിട്ട് ഇവിടെ A B C D E എന്ന് പറഞ്ഞിട്ട് 5 എന്താ പാർട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 5 പാർട്ടിൽ നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഏതാണിത്? ഡൈക്കോട്ട് എംബ്രിയോ അല്ലെ. ഡൈക്കോട്ട് എംബ്രിയോയില് ഈ എ എന്താണ്? പ്ലുമ്യൂൾ ആണ്. സോ ഈ ആൾറെഡി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. So this is plumule, this is cotyledon, B is cotyledon, C is hypocotyle, D is what? D is what? D എന്താണ്? D is radicle and E is root cap. Okay, E എന്താണ്? root cap ആണ്. Okay, അടുത്തത്. Name the special cellular thickening present in the synergid. Write its function. So same നേരത്തെ ചോദിച്ച അതേ ചോദ്യമാണ്. അതിനെന്താ വിളിക്കുക? Filiform apparatus എന്ന് വിളിക്കും. ഫംഗ്ഷൻ എന്താണ്? It will guide the pollen grain enter into female embryo sac. Female gametophyte എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ embryo sac എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. Observe the figure and label the parts A, B, C, D. കുറച്ച് നേരത്തെയാണ് ഡിസ്കസ് ചെയ്തത്, ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. അടുത്ത ചോദ്യം. The early stage of embryo development are similar in both dicot and monocot. However, mature embryos have differences. Write 2 differences between dicot embryo and monocot embryo. So എന്താണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡിഫറൻസ് എഴുതി കൊടുക്കാം. സോ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ ഓൺലി 1 കോട്ടിലീഡൻ, മോണോകോട്ടിൽ ഓൺലി 1 കോട്ടിലീഡൻ ഉണ്ടാവും. ഇവിടെ ഡൈകോട്ടിൽ 2 കോട്ടിലീഡൻ. സോ 1 കോട്ടിലീഡൻ, 1 cotyledon, here 2 cotyledons are present. And രണ്ടാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ plumule is terminal. Plumule is terminal. Here the plumule is transverse. Okay, plumule is transverse. ഇവിടെ plumule is terminal. Here the plumule is transverse. Okay, അടുത്ത ചോദ്യം. Double fertilization is a characteristic feature of angiosperm. Which are the events in double fertilization? Which are the events? 2 events പറയണം. ഏതാണ് 2 events? പെട്ടെന്ന് പറയൂ. So one is triple fusion, another one is syngamy. Okay, name the triploid nucleus named as a result of double fertilization. Triploid cell ഏതാണെന്നാണ് ഡബിൾ ഫെർട്ടിലൈസേഷന്റെ എൻഡിൽ ട്രിപ്ലോയിഡ് ആയിട്ട് കിട്ടുന്ന ഒരു സെല്ലിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So that is primary endosperm nuclei. Okay, primary endosperm nuclei. Next, observe the diagram of young anther given below. Identify the parts labeled as A, B, C, D. Which layer nourishes the developing pollen grain എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A, B, C, D നമ്മൾ ആൾറെഡി ലേബിൾ ചെയ്ത് കൊടുത്തതാണ്. A എന്താണ്? എപ്പിഡെർമിസ്. B എന്താണ്? എൻഡോതീസിയം. C is middle layer. D is tapetum. And we have to write which layer nourishes the developing pollen grain? The tapetum, the fourth layer, that is tapetum nourishes the developing pollen grain. Okay, അടുത്തത്. Certain floral features that help for pollination are given below. Okay, ഇതിൽ ഏതാണ് നമുക്ക് പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. Choose the feature of wind and insect pollinated flowers from the above എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഡ്സിന്റെ സെപ്പറേറ്റ് എഴുതണം, അതുപോലെ തന്നെ ഇൻസെക്റ്റിന്റെ സെപ്പറേറ്റ് എഴുതണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫ്ലവേഴ്സ് ആർ കളർഫുൾ ആൻഡ് റിച്ച് ഇൻ നെക്ടർ. സോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടതാണ്. ഞാനിവിടെ ജസ്റ്റ് വിൻഡ് ആണെങ്കിൽ W എന്നിടും, അതുപോലെ തന്നെ ഇൻസെക്റ്റ് ആണെങ്കിൽ I എന്നിടാം. ഓക്കെ, സോ ഫ്ലവേഴ്സ് ആർ കളർഫുൾ ആൻഡ് റിച്ച് ഇൻ നെക്ടർ. സോ ദിസ് ഈസ് ഇൻസെക്റ്റ് അല്ലെ. Next, pollen grains are dry and non-sticky. So that is in case of wind. ശരിയല്ലേ?
അടുത്തത് pollen grains are protected from wetting by mucilaginous covering. So ഇത് ഈ രണ്ടിലും വരില്ലല്ലോ. Wetting by mucilaginous covering ഇത് വരുന്നത് എവിടെയാണ്? So it can be seen in ഏതിലാണ്? വാട്ടറിൽ അല്ലേ? So this is water. അടുത്തത് feathery stigma. Feathery stigma we can see in wind pollinated. So this is water, okay? Water. അടുത്തത് pollen grains are sticky. Sticky pollen grains ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വാട്ടറിൽ അല്ല സോറി ഇൻസെക്ട് പോളിനേറ്റഡിൽ. ഓക്കെ, ഇൻസെക്ട് പോളിനേറ്റഡിൽ. സോ അപ്പൊ നമുക്ക് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് എഴുതാം. സോ ഇതിനെ നമ്മൾ അങ്ങോട്ട് ദൂരെ കളയാം. ഓക്കെ, അടുത്തത് define microsporogenesis. Write the ploidy of microspore. എന്താണ് microsporogenesis എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ microsporogenesis is nothing but development of microspore from the pollen mother cell അല്ലെങ്കിൽ microspore mother cell. So development of അല്ലെങ്കിൽ genesis of or formation of അല്ലെങ്കിൽ നമുക്ക് formation of എന്ന് തന്നെ എഴുതാം. So formation of microspore from pollen mother cell through meiosis. Okay, through meiosis is very important term. Okay, through meiosis is called microsporogenesis. Write the ploidy of microspore എന്നാണ് ചോദിച്ചിരിക്കുന്നത്. meiosis സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ chromosome number become half അല്ലേ? chromosome number എന്താവും? half ആയിട്ട് കൺവേർട്ട് ആവും, right? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? haploid. Okay, microspore is haploid. Yes, ploid നമ്മൾ എഴുതുമ്പോൾ haploid or diploid എന്ന് എഴുതണം. Okay, so here it is haploid. അടുത്തത് analyze the table given below and write the blanks. Okay, stalk of the ovule എന്താണ്? stalk of the ovule funicle, right? funicle. Yes, അടുത്തത് dash nucleus. എന്താണ് nucleus? nucleus എന്താണ്? nutritive tissue. Okay, nutritive tissue of embryo sac. full ആയിട്ട് എഴുതണേ. nutritive tissue of embryo sac. protective envelope of the ovule. നമ്മൾ എന്തെന്ന് വിളിക്കും? integument. So that is integuments. Okay, integuments. അടുത്തത് junction between the ovule and funicle. ആ junction നമ്മൾ എന്തെന്ന് വിളിക്കും? the space between the ovule and the funicle. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? hilum, right? So this is hilum. Okay, അടുത്ത ചോദ്യം. In some plants residuals, persistent nucleus can be seen. Okay, name the kind of nucleus. Give an example of a seed that containing this kind of nucleus. So nucleus persist ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മെച്യൂർ ആയി കഴിഞ്ഞതിന് ശേഷവും nucleus persist ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? perisperm. That is called perisperm. Okay, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? perisperm എന്നാണ് വിളിക്കുക. Okay, അത് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഏത് പ്ലാന്റിലാണ് കാണാൻ പറ്റുന്നത്? So that can be seen in black pepper. അതായത് നമ്മുടെ കുരുമുളകിൽ. Okay, black pepper. Okay, അടുത്ത ചോദ്യം എന്താണ്? In certain seeds, more than one embryo can be seen. Name the condition and give an example. Okay, so നമ്മളിവിടെ എന്തെന്നാ പറയേണ്ടത്? ആദ്യം പറയേണ്ടത് എന്താണ്? Name of this condition. ആദ്യം ആ കണ്ടീഷന്റെ നെയിം ആണ് പറയുന്നത്. കണ്ടീഷന്റെ നെയിം എന്താണ്? polyembryony. many embryos are present അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും അതിനെ? polyembryony, right? ആ എക്സാമ്പിൾ എന്താണ്? polyembryonic എക്സാമ്പിൾ എന്താണ്? that is citrus fruit. Okay, citrus fruit is the answer. Okay, അടുത്ത ചോദ്യം. Observe the event given below. Choose the post fertilization event from the above and define it. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ വരിക? syngamy during fertilization അല്ലേ? gametogenesis
ബിഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ് അത്. സോ എംബ്രിയോജെനിസിസ് എന്താണ് എംബ്രിയോജെനിസിസ്? എംബ്രിയോജെനിസിസ് ഫെർട്ടിലൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷമല്ലേ വരുന്നത്. സോ ദിസ് ഈസ് ദി ആൻസർ. എംബ്രിയോജെനിസിസ് ഇസ് ദി റൈറ്റ് ആൻസർ. അത് മാത്രമല്ല അവിടെ ഡിഫൈനും കൂടെ ചെയ്യണം അല്ലേ. സോ വാട്ട് ഈസ് എംബ്രിയോജെനിസിസ്? What is embryogenesis? Formation of embryo അല്ലെങ്കിൽ development of embryo from the zygote. Development of the embryo from the zygote is known as embryogenesis. Okay? Clear ആയോ? എല്ലാവർക്കും മനസ്സിലായോ? Yes. അടുത്ത ചോദ്യം. The innermost wall layer of Microsporogenesis is tapetum. Yes. What is the function? Write the two feature of tapetal cells. So ആദ്യം നമ്മൾ എന്തെന്ന് എഴുതണം? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ? ടെപ്പറ്റമിന്റെ ഫംഗ്ഷൻ എന്ത്? നറീഷ്മെന്റ് അല്ലെ, നറീഷ്മെന്റ് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ദി ഫംഗ്ഷൻ. ഓക്കെ, അത് എന്താണ് നെക്സ്റ്റ്? റൈറ്റ് എനി ടു ഫീച്ചർ. രണ്ട് ഫീച്ചർ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ഫീച്ചർ എന്തെന്ന് പറയാം? മൾട്ടി ന്യൂക്ലിയേറ്റഡ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ എന്തെന്ന് പറയാം? രണ്ടാമത്തെ ഫീച്ചർ ഇറ്റ് കണ്ടെയ്നിങ് യുബിസ്റ്റ് ബോഡി വിച്ച് സെക്രീറ്റ് സ്പോറോപോലനിൻ. സ്പോറോപോലനിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, സ്പോറോപോലനിൻ. സോ നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ ചുറ്റുമുള്ള എക്സൈനിൽ ഫോം ആയിരിക്കുന്ന ആ സ്പോറോപോലനിൻ അല്ലേ, ആ സ്പോറോപോലനിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടെപ്പറ്റം. ഓക്കെ, സ്പോറോപോലനിൻ. ക്ലിയർ? ഓക്കെ, അടുത്തത്. How can you differentiate true fruit from false fruit? Okay, true fruit ഉം false fruit നെ നിങ്ങൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? True fruit എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ after fertilization ovary develop into fruit, that is true fruit. False fruit എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ except any part other than the ovary the fruit is going to develop means that is false fruit. Okay, ovary അല്ലാതെ വേറെ ഏത് പാർട്ട് ഫ്രൂട്ട് ആയി കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഫാൾസ് ഫ്രൂട്ട്. യെസ്. അടുത്തത്. ഫ്ലവേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു കാസ്മോഗാമസ് ആൻഡ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. കാസ്മോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓട്ടോഗാമസ് ജസ്റ്റിഫൈഡ്. ഡിഫൈൻ ഓട്ടോഗാമി. സോ നേരത്തെ ചോദിച്ച അതേ ചോദ്യമാണ്, കുറച്ചൊന്നും മാറ്റി ചോദിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോഗാമസ് ആണ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഫ്ലവർ. ഇത് ക്ലോസ്ഡ് ഫ്ലവർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കില്ല? ക്രോസ് പോളിനേഷൻ സംഭവിക്കില്ല. രണ്ടാമത്തേത് ഡിഫൈൻ ഓട്ടോഗാമി. ഓട്ടോഗാമി മീൻസ് വാട്ട്? ദി പോളിനേഷൻ അക്കർ ബിറ്റ്വീൻ ദി same flower. The pollination, the transfer of pollen grain from the same flower transferred into stigma of the same flower. The transfer of pollen grain from the same flower is attached to stigma of the flower. So that is called autogamy. Okay, അടുത്ത ചോദ്യം. A typical angiosperm embryo sac is 8 nucleated and 7 celled. Name the cell that constitute egg apparatus. So എവിടെയാണോ എഗ് അപ്പറേറ്റസ് നെയിം ദി സെൽസ്. എഗ് അപ്പറേറ്റസിനകത്തുള്ള സെൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വൺ ഈസ് എഗ് ഉണ്ടാവും പ്ലസ് സിനർജിഡ്സ് അല്ലെ, സിനർജിഡ്സ് ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ മോണോസ്പോറിക് ടൈപ്പ് ഓഫ് എംബ്രിയോ സാക് ഡെവലപ്മെന്റ്. മോണോസ്പോറിക് ടൈപ്പ് ഓഫ് എംബ്രിയോ സാക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി മൈക്രോപൈലാർ റീജൻ ഇല്ലേ, മൈക്രോപൈലാർ റീജൻ. സോ എംബ്രിയോ സാക്ക്, സോ ഇതാണ് നമ്മുടെ ഈ റീജനിൽ നിന്നും, അതായത് മൈക്രോപൈലാർ റീജനിൽ നിന്നും ഒരു ന്യൂസെലസ്, മൈക്രോപൈലാർ റീജനിൽ നിന്നും ഒരു ന്യൂസെലസ് എംബ്രിയോ സാക്ക് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മോണോസ്പോറിക്. ഓക്കെ, ചൊലാസൽ സൈഡിൽ നിന്നാണെങ്കിൽ അതിന് പോളിഗോണൽ എന്നാണ് പറയുക. സോ മോണോസ്പോറിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോപൈലർ ഈ റീജിയനിൽ നിന്നും ന്യൂസെലസ്, ഇവിടെ കിടക്കുന്ന സെൽസിൽ ഒരു സെല്ല് എന്ത് വിചാരിക്കും? ഓക്കെ, ഞാൻ എംബ്രിയോ സാക്ക് ആയിട്ട് കൺവേർട്ട് ആവാന്ന് വിചാരിച്ചു, കൺവേർട്ട് ആവൂലേ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് മോണോസ്പോറിക് ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് ഫോർമേഷൻ. ഓക്കെ, യെസ്. അടുത്തത്. Observe the figure given below. Identify the parts A, B, C and write the function of C എന്ന് പറയുന്നുണ്ട്. A എന്താണ്? What is A? A is hilum. A is hilum. What is B? Micropyle. അല്ലേ? B is micropyle. C is integument.
C is what? Integument, outer integument. What is the function of outer integument? Integument will protect the ovule. Okay, integument will protect the ovule. The function of integument is to protect the ovule. Yes, that's all. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യത്തിനും നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ഓഫ് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കും എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇടുക. അത് മാത്രമല്ല ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ജോയിൻ ചെയ്യുക. അതിന് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം, നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കാണും, ടെലഗ്രാമിന്റെ ലിങ്ക്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വേദാന്തു മലയാളം എന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണത്? സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ, ബൈ.